നമുക്കിന്നൊരു ഹൈദരാബാദ് സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കിയില്ല. അപ്പോൾ ആദ്യമായിട്ട് മുട്ട നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, ചുവന്ന മുളക്, പിന്നെ പുളിയില്ലാത്ത തൈര്, ഇഞ്ചി, ഗാർലിക് പേസ്റ്റ്, തക്കാളി, 3 മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുട്ടയിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുക. ഒരുപാട് ഫ്രൈ ചെയ്യുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതേ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആദ്യം പറഞ്ഞ കൂട്ടുണ്ടല്ലോ, നമ്മുടെ ചതയ്ക്കാത്ത കുരുമുളകും പെരിഞ്ചീരകവും ചുവന്ന മുളകും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് നമ്മുടെ ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവർ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പൊടികളായിട്ടുള്ള നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ചട്ടി നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കറി കൊളായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ പുളിയില്ലാത്ത തൈര്, ഞാനിവിടെ ഒരു 3 സ്പൂൺ അൽമറയുടെ തൈരാട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ ആ തക്കാളിനെയും കൂടി ചേർത്ത് നന്നായി അങ്ങ് പേസ്റ്റ് പരുവത്തിലാക്കണം കേട്ടോ. അങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കിയ ശേഷം കുറച്ച് ചൂടുവെള്ളം, നിങ്ങൾക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം, ചാറിനനുസരിച്ചുള്ള ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം. ആഹാ, അവൻ്റെ ഒരു കിടപ്പ് കണ്ടോ, അവൻ്റെ ഒരു കളറ് കണ്ടോ. നന്നായി അങ്ങ് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് കഴിയുമ്പോൾ എൻ്റെ മക്കളെ നമ്മുടെ മുട്ടക്കറിയുടെ കളറ് കണ്ടോ. അടിപൊളി സ്റ്റൈലായിട്ടുള്ള ഹൈദരാബാദ് മുട്ടക്കറിയാണ് കേട്ടോ. ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ്